അഡ്വക്കേറ്റ് പി എം ആതിര, ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായപ്പോൾ പന്തീരാങ്കാവിലെ SHOയ്ക്ക് സസ്പെൻഷൻ വരുന്നു, ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടാവുന്നു. പക്ഷേ ആദ്യത്തെ മണിക്കൂറുകൾ കടന്നുപോയി, ഈ കുറ്റവാളി രക്ഷപ്പെട്ടിരിക്കുന്നു. ആ കുറ്റവാളി ഇനി തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. പോലീസ് അങ്ങേയറ്റം ലാഘവത്വത്തോടു കൂടി പെരുമാറിയത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ കൊല്ലാനുള്ള ശ്രമം തന്നെ, അതായത് കഴുത്തിൽ ഒരു ചാർജറിന്റെ കേബിൾ മുറുക്കി വലിച്ചാൽ ആളപായപ്പെടാം, എന്നിട്ടും അവിടെ 307 ചാർജ് ചെയ്തിട്ടില്ല. അവിടെ SHOയുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അറസ്റ്റ് ഒഴിവാക്കി. അങ്ങനെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? കേരള പോലീസ് ഒട്ടേറെ ഇപ്പോൾ സമീപകാലത്തുള്ള ഒരുപാട് വിഷയങ്ങൾക്കകത്ത് വളരെ മാതൃകാപരമായിട്ട് ഇടപെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നമുക്ക് ഈ കേസിനകത്തുണ്ടായിട്ടുള്ള അനുഭവം. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഇതിനു മുമ്പും നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും ഇടപെടുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇത് വളരെ ഈ പറയുന്ന രീതിയിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധമാണ് ഈ പെൺകുട്ടിയോട് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പെരുമാറിയത്. നമുക്കൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കിയത് തന്നെയാണ്. എന്തായാലും ഒരു ഇത്രയും പരിക്കുകളോട് വന്ന പെൺകുട്ടിയോട് ഇരിക്കാൻ കസേര കൊടുക്കാതിരിക്കുക, അവരോട് തന്നെ പോയി ഇമ്മ്യൂൺ സർട്ടിഫിക്കറ്റുമായിട്ട് ഹാജരാവാൻ വേണ്ടി പറയുക, പ്രതിയോട് വളരെ സൗഹാർദ്ദപൂർവ്വം പെരുമാറുക, പ്രതിയെയും ഈ ഇത്രയും പരിക്കേൽപ്പിച്ച പ്രതിയോടൊപ്പം തന്നെ വിക്ടിമിനെ ഇരുത്തി ഒരു കൺസീലിയേഷൻ ശ്രമം നടത്തുക, ഇതൊക്കെ ഒരു സാമാന്യ മര്യാദയ്ക്ക് നിരക്കാത്ത വിധമാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ്റെ അകത്തു നിന്നുണ്ടായത്. ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുക്കം നമ്മളെ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾക്കകത്ത് പോലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇടപെട്ട് കർശനമായിട്ടുള്ള നിലപാടെടുക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പാടില്ലായിരുന്നു. അപ്പോൾ അത് എന്തായാലും അതിൻ്റെ തുടർന്നെങ്കിലും സസ്പെൻഷൻ വന്നു, 307 ചാർജ് ചെയ്തു, പിന്നെ ഇതൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഈ പറയുന്ന രീതിയിൽ പ്രതിക്ക് ഈ നാട് വിടാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് ഇതിൽ നിന്ന് അയാൾ പൂർണ്ണമായും രക്ഷപ്പെട്ടു എന്നൊന്നുമല്ല ഞാൻ കരുതുന്നത്. എന്തായാലും ലുക്കൗട്ടൊക്കെ പ്രകടിപ്പിച്ച സ്ഥിതിക്ക് പുറപ്പെട്ട സ്ഥിതിക്ക് അയാൾക്ക് ഇതിനൊക്കെ ഈ കോൺസിക്വൻസിനെ മുഴുവൻ ഫേസ് ചെയ്യേണ്ടി വരും. ഈ ചാർജ് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഒരു വിവാഹ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പുതിയ ചാർജുകൾ ഇതിനകത്തേക്ക് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന് ഞാൻ വിചാരിക്കുന്നത്, പലപ്പോഴും മറ്റെല്ലാ കാര്യങ്ങൾക്കകത്തും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും വളരെ ഉടനടി നടപടികളും ഒക്കെ ഉണ്ടാകുന്നത് പോലെ ഒരു ദാമ്പത്യ ബന്ധത്തിലുണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും അതിക്രമങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് പോലീസിൽ നിന്നുണ്ടാകുന്ന സമീപനത്തിൽ ഇപ്പോഴും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുമ്പ് ഈ 498 കേസൊക്കെ കുറച്ചുകൂടി വളരെ പിന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയും ഒക്കെ ചെയ്തിരുന്നൊരവസ്ഥയിൽ നിന്ന് 2014 ഒരു കേസിൽ വിധി സുപ്രീം കോടതി പറഞ്ഞതോടുകൂടി വന്നിട്ടുള്ളൊരു മാറ്റമുണ്ട്. അപ്പോൾ അതോടുകൂടി ഇവർക്ക് ഇതിന് മുമ്പേ വിളിച്ചു വരുത്താം, സംസാരിക്കാം, ഇതിനൊക്കെയുള്ള അധികാരം പോലീസിനാണ് ആ സുപ്രീം കോടതി വിധി പ്രകാരം ലഭിക്കുന്നത്. അത് പോലീസ് അത് എക്സസൈസ് ചെയ്യുന്നത് വളരെ വിചിത്രമായ രീതിയിൽ പാട്രിയാർക്കിയുടെ മൂല്യബോധങ്ങളിൽ നിന്നുകൊണ്ട് പെൺകുട്ടിയോട് ഇത് സഹിക്കേണ്ടതല്ലേ എന്ന് പറയുക, പുരുഷനോട് ഇനി ഇവളെ തല്ലരുതെന്നൊക്കെ പറഞ്ഞ് മീശ വരിച്ച് പറയുക, ആ വിരോധം കൂടി വീട്ടിലെത്തുമ്പം ഈ പുരുഷൻ സ്ത്രീയോട് വീണ്ടും പ്രകടിപ്പിക്കുക. ഇതിനൊക്കെയുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇത്തരം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാത്ത കേസുകൾക്കകത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല പോലീസ് സ്റ്റേഷനുകൾക്കകത്തും പോലീസ് ഈ പറയുന്ന രീതിയിലേക്കുള്ള തറവാട്ട് കാരണവന്മാരുടെ റോളിലേക്ക് മാറുന്നത് ഈ 2014 വിധിനെ തുടർന്നാണ്. അതിലൊരു മാറ്റം വരാത്തടത്തോളം കാലം ഇത് പല രീതിയിൽ ഇതിന്റെ ആവർത്തനങ്ങൾ നമ്മൾ ഈ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അനേഷ് കുമാർ കേസ് വിധി വന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ സ്ത്രീ പ്രസ്ഥാനങ്ങൾ അതിനെതിരായിട്ട് ഒപ്പുശേഖരണവും സുപ്രീം കോടതിക്ക് നിവേദനം സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിലെന്തെങ്കിലും മാറ്റം വരാതെ ഇതിൽ കാതലായിട്ട് ഇത്തരം പ്രശ്നങ്ങളിൽ മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.